എന്ന്. ഇപ്പൊ എന്ത് സംഭവിക്കണമെന്ന് എന്റെ സഹോദരങ്ങൾക്ക് അറിയാവോ? അതായത് നിങ്ങളിപ്പോ 3 ലക്ഷം മനുഷ്യരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുമ്പോൾ ഈ 3 ലക്ഷം ഒരു കുടുംബമായിട്ട് നമ്മൾ പങ്കെടുക്കുന്ന കാരണം ആ 3 ലക്ഷത്തിന്റെ പ്രാർത്ഥനാ ശക്തി നമ്മുടെ കുടുംബത്തിന് കിട്ടുകയാണ്. ഇതൊരു സർപ്പ സ്പിരിച്വൽ എനർജിയാണ്. ഇത് നമ്മളുടെ ജീവിതത്തിന് 10 തലമുറകൾ ജീവിക്കാനുള്ള ആധ്യാത്മിക ആസ്തിയാണ് കൃപാസ അമ്മോടുകൂടെ നമ്മള് ഈ കടപ്പുറത്തുകൂടി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയിരിക്കുന്നത്. അത് ദൈവം നമുക്ക് തന്നൊരു വിളിയാണ്. അതൊരു ദൈവവിളിയാണ്. ഈ ദൈവവിളിക്ക് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് ആ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം. അതായത് ദൈവം നിങ്ങൾക്ക് നൽകിയ വിശ്വാസത്തെ നിങ്ങൾ സുവിശേഷവിഹിതമായി ജീവിച്ചതിന് പരിശുദ്ധം നൽകിയ സമ്മാനമാണ് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും അധികാരവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പീഡിത സഭയ്ക്ക് വേണ്ടി കൂടിയാണ്. നൈജീരിയ സഭയില് 1 ലക്ഷത്തോളം മനുഷ്യരെ അവരെ കശാപ്പ് ചെയ്തു, ഭീകരന്മാരെ. അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 36 കോടി ജനങ്ങള് 36 കോടി വിശ്വാസികള് വിശ്വാസത്തിന്റെ പേരിൽ ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഇതുപോലെയുള്ള ഭീകര സംവിധാനങ്ങളെയും സാത്താന്റെ കൊട്ടങ്ങളെയും തച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മള് ജപമാല എന്ന ഈ സ്വർഗീയ ആയുധം കയ്യിലെടുത്തുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പോരാടുന്നത്. ഇത് പോരാട്ടക്കാരുടെ പ്രാർത്ഥനയാണ്. ഇത് സൈനികരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ സൈന്യം നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കുറിച്ച് കുതിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും നാരകീയ ശക്തികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സുവിശേഷ വാക്യങ്ങളെ അവരെ കൈമുതലായി പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ലോകത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ രക്ഷ സ്വീകരിച്ചുകൊണ്ട് അവന്റെ നാമത്തിലുള്ള സഹത്തിന്റെ സുവിശേഷം പരസ്പര പ്രവർത്തനങ്ങളിലൂടെ അവൻ പറയുന്നത് ചെയ്തുകൊള്ളാമെന്ന് 13 ലക്ഷം ആൾക്കാരാണ് മനുഷ്യരാണ് ഇന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥതയില് ഉപാസനമാതാവിന്റെ മധ്യസ്ഥതയില് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ 13 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നത്. അമ്മ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒറ്റക്കാര്യം എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എന്താ അമ്മ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ. ആ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രാർത്ഥിക്കുമെന്ന് അമ്മ പറഞ്ഞു. എന്ത്